നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് പവറിൻ്റെ എക്സസൈസ് ആണ്. ഈസി ആയിട്ടുള്ള 5 എക്സസൈസ്. എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാം. ഫോർ ആംസ് അതേപോലെ അപ്പർ ആംസ്, നമ്മുടെ കൈയിൻ്റെ സ്ട്രെങ്ത്ത്, ഹാൻഡ് ഗ്രിപ്പ്. ഇപ്പോൾ ആരെങ്കിലും നമ്മൾ പിടിച്ച് പെയിൻ ആക്കാൻ വരികയാണെങ്കിൽ പോലും നമ്മൾ ബ്ലോക്ക് ആക്കുന്ന സമയത്ത് പോലും നമുക്ക് നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ കൈയിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും ആംസിൻ്റെ മസിൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആദ്യത്തെ വർക്കൗട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, കാരണം ഈ ഒരു വർക്കൗട്ടിന് നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരു സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് താഴോട്ടും മേലോട്ടും. ഇത് നമ്മൾ ഒരു സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഫീൽ ആവുന്നുണ്ട്, നിങ്ങൾക്കും ഇത് അനുഭവപ്പെടാം. 20 എണ്ണമാണ് ഒരു സെറ്റ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതേപോലെ 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം 20 ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും 20, അങ്ങനെ 3 പ്രാവശ്യം. ഓക്കെ, ഇത് ആകെ നമുക്കൊരു 3 മിനിറ്റിലൊക്കെ ഇത് ചെയ്യാൻ കിട്ടും. 3 അല്ലെങ്കിൽ 2 മിനിറ്റിൽ തന്നെ ഈ 3 സെറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ മനസ്സിലായല്ലോ, കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇത് താഴോട്ടും മേലോട്ടും. ഇത്ര മാത്രമാണ് ഫസ്റ്റ് വർക്കൗട്ട്. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഫിംഗർ പുഷപ്സ് ആണ്. ഈ ഫിംഗർ പുഷപ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗറിൻ്റെ സ്ട്രെങ്ത്ത്, അതേപോലെ ഹാൻഡ് ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത്ത്, റിസ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കരാട്ടയിലൊക്കെ മോസ്റ്റ്ലി ചെയ്യുന്നൊരു നോർമൽ വർക്കൗട്ടാണിത്. പുഷപ്സ് തന്നെ ഫിംഗറിൽ. ഈ ബിഗിനേഴ്സിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നീ വെച്ചുകൊണ്ടുള്ളത് കാണിക്കാം. ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ 10, 10, 10 അങ്ങനെ 30 പ്രാവശ്യം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 5, 5, 5. ഇനി നീ അല്ലാണ്ട് നമുക്ക് നേരെ പുഷപ്സ് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10 ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 10. ഇടയ്ക്ക് ഒരു സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. കൈ ജസ്റ്റ്, കാരണം ഫിംഗറിന് ആദ്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പെയിൻ ആയിരിക്കും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം ലൈറ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10, 10 അല്ലെങ്കിൽ 5, 5, 5 അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റണ പോലെ കൗണ്ട്സ് കൂട്ടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാം ഹാൻഡിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഇത് 30x3 ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു പഞ്ച് ഇങ്ങനെ നെക്സ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ മാറി മാറി ചെയ്യാം. 30, 50 എത്ര വേണം ചെയ്യാം. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ചെയ്യാം. അപ്പോൾ ഇത് 3 സെറ്റായിട്ട് തന്നെ ചെയ്യണം. 1 സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും 2, അതേപോലെ 3. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് സ്ട്രെങ്ത് ആക്കാനാണ്. കൈൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഒരു 100 ടൈം ചെയ്യാം. അതിൻ്റെ 2 സെറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ 3 സെറ്റ് ചെയ്യാം. 100x3 ഒക്കെ ചെയ്യുമ്പോൾ 300 ടൈം നല്ല സ്ട്രോങ് ആയിരിക്കും. കൈ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹാർഡായിരിക്കും. ഒരാൾ നമ്മൾ പിടിച്ച് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ഫീൽ ഉണ്ടാവില്ല, കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൈക്ക് സ്ട്രെങ്ത് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിൽ ഹാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ലാസ്റ്റത്ത് അപ്പർ ആംസിനും ഫോർ ആംസിനും ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് താഴോട്ടും മേലോട്ടും, അതായത് നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. താഴോട്ടും മേലോട്ടും ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇത് നമുക്കൊരു 50x3 ഒക്കെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇത്രയും വർക്കൗട്ട്, ഞാൻ ഇന്നിപ്പോൾ കാണിച്ച 5 വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ചെയ്യുന്ന ദിവസം തന്നെ ഉണ്ടാവും. 1 വീക്ക് ഒക്കെ ആകുമ്പോൾ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ മുമ്പത്തെ വീഡിയോസ് നോക്കിയിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ സന്തോഷം. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.